എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. സോ ആദ്യം തന്നെ ഞാൻ ഒരു പിക്ചർ കാണിക്കാം ആൻഡ് ഗസ് വാട്ട് ദ പിക്ചർ ഈസ്. സോ ഇവിടെ പിക്ചർ നോക്കിക്കോ, കണ്ടല്ലോ അല്ലേ? യാ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹൗ ടു മാനേജ് എ നോയ്സി ക്ലാസ് റൂം. ഈ ഒരു സിറ്റുവേഷൻ കടന്നു പോവാത്ത ഒരു ടീച്ചർ ഉണ്ടാവില്ല. ദാറ്റ് ഈസ് അറ്റ്ലീസ്റ്റ് 1 പീരീഡ് ഇൻ എ ഡേ ആ ക്ലാസ് റൂം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരിക, അല്ലെങ്കിൽ അൺകൺട്രോളബിൾ ബിഹേവിയർ ഓഫ് ദ ചിൽഡ്രൻ ഈസ് സോ ഹൊറിബിൾ. അവർ ഭയങ്കര സംസാരം, ഭയങ്കര ബഹളം, ക്ലാസ് ശ്രദ്ധിക്കുന്നില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ഹൗ ടു ഹാൻഡിൽ ദം. ഓക്കെ, സോ in this video I'm going to tell 5 strategies that you can do to maintain or control a noisy classroom. Okay, 5 strategies are. So one by one I will start the video. So those who are new to the video, my name is Sangeet and my channel name is Life with Sangeet, that is Life with San. So video ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ടീച്ചേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടന്റ് ആണ് ഞാൻ ചെയ്യുന്നത്. സോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, പുതിയ പുതിയ വീഡിയോ വരുന്നതായിരിക്കും. സോ ലെറ്റ്സ് ജംപ് ഇൻടു ദ ഫസ്റ്റ് വൺ, ദാറ്റ് ഫസ്റ്റ് സ്ട്രാറ്റജി. സോ ദ ഫസ്റ്റ് സ്ട്രാറ്റജി ഈസ് പോസ് ഇൻസ്റ്റെഡ് ഓഫ് ഷൗട്ടിങ്. പോസ് ഇൻസ്റ്റെഡ് ഓഫ് ഷൗട്ടിങ്. സോ മോസ്റ്റ്ലി എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സ് ആണെങ്കിലും ഞാൻ വേറെ ടീച്ചേഴ്സിന്റെ ക്ലാസ് കണ്ടതാണെങ്കിലും, ലൈക്ക് വെൻ ദ സ്റ്റുഡൻസ് ഡിസ്റ്റർബ് ദ ക്ലാസ്, നമ്മുടെ ടെൻഡൻസി എന്ന് പറയുന്നത് എന്താ, നമ്മൾ നന്നായിട്ട് ഷൗട്ട് ചെയ്യും. ആൻഡ് ചിൽഡ്രൻ ദേ ഗെറ്റ് യൂസ് ടു ദാറ്റ്. അവർക്കറിയാം ഈ ടീച്ചർ മാക്സിമം പോയാൽ ഷൗട്ട് ചെയ്യും. സോ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് അത് ചെയ്തിട്ട് ആ ഒരു കാര്യം അവിടെ ഏക്കില്ല. ലൈക്ക് നമ്മൾ സ്റ്റുഡൻസ് ലാസ്റ്റ് ബെഞ്ചേഴ്സ്, എസ്പെഷ്യലി ലാസ്റ്റ് ബെഞ്ചേഴ്സ് ഓർ എനി ബെഞ്ചേഴ്സ്, അവർ ക്ലാസ് ഡിസ്റ്റർബ് ചെയ്യുന്നു, വി ആർ ഷൗട്ടിങ് അറ്റ് ദം. ആഫ്റ്റർ സം ടൈം അഗെയിൻ ദേ വിൽ റിപ്പീറ്റ് ദാറ്റ്. But instead of that, you can use this tip, that is pause. നമ്മൾ എന്താണോ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത് അതിൻ്റെ ഇടയിൽ നിർത്തുക, ക്ലാസ് നിർത്തുക. ദാറ്റ് സൈലൻസ് വിൽ സ്പീക്ക് മോർ ദാൻ അവർ ലൈക്ക് വാട്ട് ലൗഡ് നോയ്സ്. നമ്മുടെ സൈലൻസ് ദാറ്റ് വിൽ മേക്ക് ദ ചിൽഡ്രൻ പോസ്. അവർ നിർത്തും, ഉറപ്പായിട്ട് നിർത്തും. കാരണം ഈ ടിപ്സ് ഒന്നും ഞാൻ ചുമ്മാ എവിടെ നോക്കിയിട്ട് പറയുന്നതല്ല. ഐ ഹാവ് ട്രൈഡ് ഇൻ മൈ ക്ലാസ് റൂം. സോ ഞാൻ ഷൗട്ട് ചെയ്യാത്ത ഒരാളെന്നല്ല. ഐ ഹാവ് ഷൗട്ടഡ് ബട്ട് ഐ അണ്ടർസ്റ്റുഡ് ദർ ഇസ് നോ യൂസ് ഫോർ ദറ്റ്. സോ വാട്ട് ഐ ഡിഡ് വാസ് പോസ്. എവിടെയാണോ ഞാൻ ചാപ്റ്റർ എടുക്കുന്നത് അവിടെ ഞാൻ പോസ് ചെയ്യും. സോ ദേ വിൽ ഓൾസോ സ്റ്റോപ്പ്, ദേ വിൽ സീ അടുത്തെന്താ ടീച്ചർ പറയാൻ പോകുന്നത്, അല്ലെ എന്ത് പറ്റി. സോ പ്ലീസ് ഇൻസ്റ്റെഡ് ഓഫ് ഷൗട്ടിങ് യു ക്യാൻ ജസ്റ്റ് പോസ് ദ ക്ലാസ് ഇൻ ദ മിഡിൽ. സോ യുവർ സൈലൻസ് ഈസ് മോർ ലൗഡർ ദാൻ യുവർ സൗണ്ട്. ചിയേഴ്സ്. Yeah, so moving to the second tip, use non-verbal signs. Non-verbal sign, നമ്മൾ ഒന്നും സംസാരിക്കേണ്ട. If the class is getting disturbed, what I do is that I clap. ഞാൻ ഒന്നെങ്കിൽ ക്ലാപ്പ് ചെയ്യും, ആ ക്ലാപ്പിൽ അവർ സൈലൻ്റ് ആവും. അല്ലെങ്കിൽ ഐ വിൽ റേസ് മൈ ഹാൻഡ്സ്, ദാറ്റ് ഈസ് ഞാൻ എൻ്റെ കൈ പൊക്കും. സോ ദ സ്റ്റുഡൻസ് വിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് okay, the class is getting disturbed, we have to be quiet. ഇനി ഈ ടിപ്പ് ചെയ്തതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൈക്ക് നമ്മുടെ എനർജി സേവ് ചെയ്യും. 1, 2 ഇതൊരു റൊട്ടീനാവും. ലൈക്ക് ഒരിക്കലും നമുക്കൊരു ക്ലാസ് റൂമിൽ പോയിട്ട് ഇപ്പോൾ ഇമാജിൻ ഐ എം ടേക്കിംഗ് ക്ലാസ് ആൻഡ് പെട്ടെന്ന് ഞാൻ കൈപോക്കി, ദ സ്റ്റുഡൻസ് വോണ്ട് അണ്ടർസ്റ്റാൻഡ്. ഞാൻ പെട്ടെന്ന് ക്ലാപ്പ് ചെയ്തു, ദ സ്റ്റുഡൻസ് വോണ്ട് അണ്ടർസ്റ്റാൻഡ്. നമ്മുടെ ക്ലാസ്സുകൾ തുടങ്ങുന്ന സമയത്ത് തന്നെ വി ഷുഡ് ടെൽ ദ സ്റ്റുഡൻസ്, ലൈക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസ്കസ് ചെയ്യണമെങ്കിൽ ഡിസ്കസ് ചെയ്യാം, ബട്ട് വെൻ ദ ക്ലാസ് സൗണ്ട് ഗോസ് ടു എ ലിമിറ്റ് ഞാൻ എൻ്റെ കൈ പൊക്കും. ദാറ്റ് മീനിങ് ഇസ് ദാറ്റ് യു ഹാവ് ടു ബി ക്വൈറ്റ്. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ എൻ്റെ ക്ലാപ്പ് പഠിക്കും. ദ മീനിങ് ഇസ് ദാറ്റ് യു ഹാവ് ടു ബി ക്വൈറ്റ്. സോ ഇങ്ങനെ നമ്മൾ ഡെയിലി അവരെ പറഞ്ഞ് എവറി ഡേ ഇറ്റ് ടേക്സ് സം ലെസ് ദാൻ 5 seconds or 6 seconds പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ദേ വിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഓക്കെ നമ്മൾ ക്ലാസ് എടുക്കുന്നു, ദ ക്ലാസ് ഇസ് ഗെറ്റിംഗ് ഡിസ്റ്റർബ്, ഐ റേസ് മൈ ഹാൻഡ്സ്. Student understands that. അവരത് മനസ്സിലാക്കും. Again they will come to quiet. So use non-verbal signs rather than shouting, speaking, doing all the punishment things. Clear?
സിമ്പിൾ ടിപ്പാണ്, യു ക്യാൻ ഡു ദാറ്റ്. Yeah, so moving to the third tip, that is move around the class. Move around the class. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടിപ്പാണിത്. മൂവ് അറൗണ്ട് ദ ക്ലാസ് റൂം. വൈ? ബിക്കോസ് പ്രോക്സിമിറ്റി ഈക്വൽ ടു കൺട്രോൾ. ദറ്റ് ഈസ് നമ്മൾ ക്ലാസ് റൂമിൽ ഒരു സ്ഥലത്ത് തന്നെ നിൽക്കാണ്ട്, ലൈക്ക് വെൻ വി ടേക്ക് ദ ക്ലാസ്, നമ്മൾ എല്ലാ ബെഞ്ചിൻ്റെ അവിടേക്കും നടക്കുക, എല്ലാ കോർണറിലേക്കും നടക്കുക. സോ ദ സ്റ്റുഡൻസ് വിൽ അണ്ടർസ്റ്റാൻഡ്, ഓക്കെ ഈ സാറിൻ്റെ ക്ലാസ്സിൽ ഒരിക്കലും നമുക്ക് വേറെ ആക്ടിവിറ്റി ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ശ്രദ്ധിക്കാണ്ടിരിക്കാൻ പറ്റില്ല. സോ ഇറ്റ്സ് വെരി ഈസി. നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് ഒരിക്കലും ക്ലാസ് എടുക്കാണ്ട് നമ്മൾ എല്ലാ ഭാഗത്തും എല്ലാ റോയിലും നടന്ന് ക്ലാസ് എടുക്കാൻ നോക്കുക. സോ ദാറ്റ് ദ സ്റ്റുഡൻസ് ദേ വോണ്ട് മേക്ക് എനി കൈൻഡ് ഓഫ് നോയ്സ്. ബിക്കോസ് ഒരിക്കലും ടീച്ചർ ഉള്ളതിൻ്റെ സൈഡിൽ നിന്നുകൊണ്ട് ഒരു കുട്ടിയും സൗണ്ട് ഉണ്ടാക്കില്ല. അത്രയും അഹങ്കാരവും എബിലിറ്റി ഉള്ള കുട്ടിയാണെങ്കിൽ നമുക്ക് അവനെ വേറെ എന്തെങ്കിലും ചെയ്യാം. ബട്ട് എഗെയിൻ ഐ എം ടെല്ലിങ്, ഇറ്റ്സ് എ വെരി ഈസി ടിപ്പ്. നമ്മൾ ക്ലാസ് റൂമിൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് പ്ലീസ് ട്രൈ ടു വാക്ക് സോ ദാറ്റ് വി ഹാവ് ദ കൺട്രോൾ ഓഫ് ദ ക്ലാസ് റൂം. അണ്ടർസ്റ്റാൻഡ്? ഇറ്റ്സ് എ വെരി ഈസി ടിപ്പ് ആൻഡ് വിച്ച് ഈസ് ആൻഡ് വെരി ഇമ്പോർട്ടൻറ്റ് ടിപ്പ് ഓൾസോ. സോ വൺസ് അഗൈൻ ഐ വിൽ ടെൽ, പ്രോക്സിമിറ്റി ഈക്വൽ ടു കൺട്രോൾ. നമ്മുടെ കയ്യിലായിരിക്കും കൺട്രോൾ. വെൻ യു മൂവ് അറൗണ്ട് ദ ക്ലാസ് റൂം, the students are not going to make noise or do other activity when we take the class. So easy tip, move around the classroom. Yeah, so moving to the fourth tip, that is set clear expectation. കൃത്യമായിട്ടുള്ള എക്സ്പെക്റ്റേഷൻസ് എന്താണെന്നുള്ളത് കുട്ടികളുടെ അടുത്ത് ആദ്യമേ നമ്മൾ പറയുക. നമ്മൾ ഓരോ ക്ലാസ്സിൽ പോകുമ്പോഴും, നമ്മൾ ഫസ്റ്റ് ടൈം അല്ലെങ്കിൽ സെക്കൻഡ് ക്ലാസ്സിൽ പോകുമ്പോൾ, ഇൻ ദ സ്റ്റാർട്ട് ഓഫ് ദ അക്കാഡമിക് ഇയർ, you have to tell each class what I expect from that class. അത് ആദ്യമേ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ, ലൈക്ക് ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഐ എം ടേക്കിംഗ് ക്ലാസ് ഇൻ 6th. ഇമാജിൻ ഐ ടെൽ ദ ചിൽഡ്രൻ ദാറ്റ് നിങ്ങൾ ക്ലാസ്സിൽ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടിരിക്കുക. ഐ ഡോണ്ട് വാണ്ട് ഓൾ സ്റ്റുഡൻസ് ടു സിറ്റ് ലൈക്ക് ദിസ്. എനിക്കത് ഇഷ്ടമല്ല. ഐ വാണ്ട് റെസ്പോൺസ് ഫ്രം ദം ഓൾസോ. എന്നാലേ ക്ലാസ്സിൽ അവർ വൈബ് ഉണ്ടാവും. സോ ഐ ലൈക്ക് ദാറ്റ്. ബട്ട് വെൻ ഐ ടേക്ക് എ ന്യൂ കൺസെപ്റ്റ്, ഒരു കോൺസെപ്റ്റ് പുതിയതായിട്ട് ഞാൻ എടുക്കുന്ന സമയത്ത്, ഐ വാണ്ട് ഓൾ ടു ലിസൺ ദർ. ആഫ്റ്റർ ലിസണിങ് യു ക്യാൻ ആസ്ക് എനി ഡൗട്ട് ഇമീഡിയറ്റ്ലി. അത് ക്ലാസ്സിൻ്റെ ലാസ്റ്റ് വരെ വെച്ചിരിക്കേണ്ട, അപ്പം തന്നെ ചോദിക്കാം. ഇഫ് യു ഹാവ് എ ഡൗട്ട് അപ്പം തന്നെ ചോദിക്കാം. സോ ദീസ് ആർ മൈ എക്സ്പെക്ടേഷൻ. ആൻഡ് അനദർ തിങ്, എൻ്റെ ക്ലാസ്സിൽ ഫൺ ഉണ്ടാവണം. ഫൺ ഇൻ ദ സെൻസ്, ഐ ഡോണ്ട് വാണ്ട് ഓൾ ടു സിറ്റ് ലൈക്ക് ദിസ്. ഐ വാണ്ട് സ്റ്റുഡൻസ് ടു ബി മോർ ക്രിയേറ്റീവ്. അവർക്ക് അവരുടെ ഡൗട്ടുകൾ ചോദിക്കാം റിലേറ്റഡ് ടു ദ ടോപ്പിക്. ലൈക്ക് പിന്നെ വാട്ട് ടു സേ, ലൈക്ക് ക്ലാസ് റൂം വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടാണ് ഈ പോണെങ്കിൽ, ഐ വിൽ ടേക്ക് ദം ടു ദ എവി റൂം. ഓഡിയോ വിഷ്വൽ റൂമിൽ കൊണ്ടുപോകാം, അല്ലെങ്കിൽ ലാബിൽ കൊണ്ടുപോയി ഐ വിൽ ഷോ യു സംതിങ്. സോ ഇങ്ങനെ ഞാൻ ആദ്യമേ പറഞ്ഞു വെക്കുമ്പോൾ ദ സ്റ്റുഡൻസ് വിൽ അണ്ടർസ്റ്റാൻഡ്, ഓക്കെ ഇഫ് ഐ സിറ്റ് പ്രോപ്പർലി ഇൻ ദ ക്ലാസ്, ലിസൺ ടു ദ ക്ലാസ്, ഐ വിൽ ടേക്ക് ടു ദ ലാബ് ഓർ ടു ഡു സം എക്സ്പെരിമെൻറ്റ്. സോ ദാറ്റ് വിൽ ആക്ച്വലി റീഇൻഫോഴ്സ് ദ സ്റ്റുഡൻസ്. അവർക്കൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവും. ഓക്കെ യു വിൽ ഡു ദിസ്, യു വിൽ ഗെറ്റ് ദാറ്റ്. So every class you have to maintain this expectation. ആദ്യമേ ഇത് പറയണം. സോ ദാറ്റ് നമുക്ക് വലിയ ഡിസ്റ്റർബൻസ് നമ്മുടെ ക്ലാസ്സിൽ ഉണ്ടാവില്ല. സോ ഐ എം ടേക്കിംഗ് ക്ലാസ് ഫ്രം 6th to 10th. എഗൈൻ ഐ എം ടെല്ലിങ്, എല്ലാ ക്ലാസ്സും ഡിഫറെൻ്റ് ആണ്. നമുക്ക് 6th ചെയ്യുന്ന അതേ ഐഡിയയും കൊണ്ട് 10th പോയി കഴിഞ്ഞാൽ പണിപ്പാടും. സോ യു ഹാവ് ടു ഡു സംതിങ് ഡിഫറെൻറ്റ്. ബട്ട് ആദ്യമേ കുട്ടികൾക്ക് എക്സ്പെക്ടേഷൻ കൊടുക്കുക. സോ വിച്ച് ക്യാൻ റെഡ്യൂസ് ദ noise in your classroom or the disturbance in your classroom clearly. If they are disturbing the class, don't take them for the lab or the audio visual room, anything, so that kutilku manasilam, okay I have to be disciplined, I will be getting that clear. So it's a easy tip, but only thing, expectation നമ്മൾ ആദ്യമേ അവർക്ക് പറഞ്ഞ് കൃത്യം മനസ്സിലാക്കി കൊടുക്കണം. Yeah, so we are moving to the last tip, that is be calm internally. എത്ര ക്ലാസ്സിന് ഇപ്പം ഡിസ്റ്റർബ് ആയാലും നമ്മുടെ ഉള്ളിൽ നമ്മൾ ഒന്ന് കാമായില്ലെങ്കിൽ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി വേഴ്സ് ഫോർ ദ ചിൽഡ്രൻ ആസ് വെൽ ആസ് ഫോർ അസ്. സീരിയസ്ലി, ഐ എം നോട്ട് ടെല്ലിങ് ഐ എം എ പെർഫെക്റ്റ് ടീച്ചർ. എപ്പോൾ എന്ത് പ്രശ്നം വന്നാലും കാമായിട്ടിരിക്കും, അല്ല. I have shouted at the students, but understood it is making the classroom situation worse, myself worse. So പിന്നെ ഞാൻ കുറച്ച് ഇതേപോലെ യൂട്യൂബിലൊക്കെ കണ്ട് ഐ അണ്ടർസ്റ്റുഡ് സം ബ്രീത്തിങ് ടെക്നിക്സ്, അങ്ങനത്തെ സംഭവങ്ങൾ.
സോ ഇൻറ്റേർണലി പ്ലീസ് ട്രൈ ടു ബി കാം. പിന്നെ ഞാൻ ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇഫ് ദ സ്റ്റുഡൻസ് ആർ ഡൂയിങ് സംതിങ് സ്റ്റുപ്പിഡ് ഇൻ ദ ക്ലാസ് റൂം ഓർ സംതിങ് വിച്ച് ഈസ് നോട്ട് ടു ഡു ഇൻ ദ ക്ലാസ് റൂം, ഐ ജസ്റ്റ് സ്മൈൽ അറ്റ് ദം. ഞാൻ അവരെ നോക്കി ചിരിക്കും, സിംപ്ലി ഒന്ന് ചിരിക്കും. സോ ദ ഹോൾ ക്ലാസ് റൂം വിൽ വണ്ടർ ലൈക്ക് ദാറ്റ്, വൈ, വാട്ട് ഹാപ്പൻ. സോ മാക്സിമം നമ്മുടെ ഉള്ളിൽ നമ്മൾ കാമായിട്ടിരിക്കുക, വിച്ച് വിൽ ഹെൽപ്പ് യുവർ മെൻ്റൽ ഹെൽത്ത് ആസ് വെൽ ആസ് ദ ഹോൾ ക്ലാസ് റൂം. അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ മേ ബി എടുക്കുന്ന ഡിസിഷൻ വളരെ റോങ് ആയി പോകും. നമ്മൾ ചിലപ്പോൾ കുട്ടികളെ തല്ലിയെന്ന് വരും. മേ ബി ഐ എം നോട്ട് ടെല്ലിങ് എവരി വൺ ഈസ് ഡൂയിങ് ദാറ്റ്, ബട്ട് സ്റ്റിൽ എന്തെങ്കിലുമൊക്കെ ഒരു ബാഡ് സംഭവിക്കും. സോ പ്ലീസ് ബി കാം ഇൻറ്റേർണലി ആൻഡ് ട്രൈ ടു സ്റ്റോപ്പ് ദ ക്ലാസ് അറ്റ് ദാറ്റ് ടൈം. ഒരു ചെറിയ ഒരു 2 times ഒരു ബ്രീത്തിങ് എക്സസൈസ് പോലെ എന്തെങ്കിലും കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ നോക്കുക. ഡോണ്ട് ഷൗട്ട് അറ്റ് ദം, ഡോണ്ട് ഗെറ്റ് ഫ്രസ്ട്രേറ്റഡ്, ഇറ്റ് ഈസ് ഗോയിങ് ടു ബി വേഴ്സ്. സോ മൈ ലാസ്റ്റ് ടിപ്പ് ഈസ് ദാറ്റ് ബി കാം ഫോർ യുവർ സെൽഫ്. ഇൻറ്റേർണലി നന്നായിട്ട് കാമായിട്ടിരിക്കാൻ നോക്കുക. ഇസ് ദാറ്റ് ക്ലിയർ? യാ. സോ ദാറ്റ്സ് ഇറ്റ്. സോ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്. സോ ഈ പറഞ്ഞ 5 ടിപ്പിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ വിത്ത് യുവർ ടീച്ചർ ഫ്രണ്ട്സ്. ഓക്കെ, അല്ലെങ്കിൽ ഭാവിയിൽ ടീച്ചറാകാൻ പോകുന്നതോ അല്ലെങ്കിൽ ഫ്യൂച്ചർ ടീച്ചേഴ്സിനോ അല്ലെങ്കിൽ കറൻ്റ്ലി ടീച്ചേഴ്സ് ആയിരിക്കോ നിങ്ങൾക്ക് അയച്ചു കൊടുക്കാം. ആൻഡ് നിങ്ങളുടേതായ എന്തെങ്കിലും ടീച്ചർ സ്ട്രാറ്റജീസ് ഉണ്ടെങ്കിൽ യു ക്യാൻ കമൻറ്റ് ഡൗൺ ബിലോ. സോ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇതുപോലെയുള്ള ടീച്ചേഴ്സ് ടിപ്സ് ആസ് വെൽ ആസ് വെൽനസ് ആയിട്ട് ഞാൻ ഇനിയും വരും. So thanks for watching everyone. See you in the next video. Thank you so much.